രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അവിലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അവിലോസ് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന അവിലോസ് പൊടിയിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ളതാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പം മിക്കവാറും അമ്മ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ കൊടുത്തു വിടുന്ന ഒരു ഐറ്റമാണ് ഈ അവിലോസ് പൊടി എന്ന് പറഞ്ഞാൽ. ഒന്നാമത് തന്നെ ഈ ഹോസ്റ്റലിലെ ഫുഡ് വായിക്ക് വെക്കാൻ കൊള്ളാത്തതായിരിക്കും. അപ്പം നമ്മുടെ ഒരു വായ്ക്കുള്ളൊരു ടേസ്റ്റ്, പിന്നെ ഹോസ്റ്റലിലല്ലേ, അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് വലിയ പണിയൊന്നും ഇല്ലാതെ എങ്ങനെ കഴിക്കാം, പെട്ടെന്നൊന്ന് വിശപ്പ് വന്നാൽ കഴിക്കാം, അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതിലുള്ളത്. അതായത് പഞ്ചസാര സാധാരണ അവിലോസ് പൊടിയിൽ നമ്മൾ ചേർത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ അവിലോസ് പൊടിയിൽ അപ്പം തന്നെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പഴം കൂട്ടി കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പോരാത്തതിന് ഇതിൽ ഗീ ചേർക്കുന്നുണ്ട്, മുട്ട ചേർക്കുന്നുണ്ട്. അപ്പം തന്നെ കുറച്ച് ഹെൽത്തി കൂടിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഇതിൽ പറഞ്ഞ അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരൻ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പുട്ടുപൊടിയാണ്. 1/2 കിലോ പുട്ടുപൊടിക്ക് ഞാൻ 1 തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, 2 മുട്ട, 1/4 കപ്പ് എള്ള്, ഒരു 1/6 കപ്പ് കരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് പഞ്ചസാര. പഞ്ചസാര നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എള്ളും നമ്മൾ അതുപോലെ കരിഞ്ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് ഇത് രണ്ടും ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ നമ്മളെ എള്ളും അതുപോലെ തന്നെ കരിഞ്ജീരകമൊക്കെ പൊട്ടി വരുന്ന ശബ്ദം കേൾക്കാം. അതുവരെയാണ് ഇതിൻ്റെ പാകം, അതുവരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാനിങ്ങനെ ഒരു വലിയൊരു പാത്രം എടുത്തു. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി, അതായത് പുട്ടിൻ്റെ പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് തേങ്ങ ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ശരിക്കും ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും അതുപോലെ തന്നെ കരിഞ്ജീരകം അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ 2 മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം, അതായത് അരിപ്പൊടി ചേർത്തു, തേങ്ങ ചേർത്തു, പിന്നെ നമ്മളൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള എള്ളും അതുപോലെ തന്നെ കരിഞ്ജീരകവും ചേർത്തു, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ടയാണ് എടുത്തത്, അതും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മണം. എല്ലാം ഒന്ന് മിക്സായിട്ട് വരണം. നന്നായിട്ടൊന്ന് കൈ വെച്ച് നമുക്ക് തിരുമ്മി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മഞ്ഞൾ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളർ നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി നമ്മളിത് ചൂടാക്കി എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത അതേ പാത്രം ഞാനിപ്പോൾ സ്റ്റൗവിലോട്ട് വെച്ചു. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇത് ഏതാണ്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഏതാണ്ടൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കുവാണ്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഇളം തവിട്ട് കളറാവണം. അതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഞാൻ മീഡിയത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടിയെല്ലാം വെച്ച് കൊടുക്കാം. പക്ഷെ അടി കരിയാതെ നോക്കണം എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട്. ഇപ്പോൾ കളറൊക്കെ ഒരു ഇളം തവിട്ട് കളറായിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇത് ഒന്ന് കയ്യിലെടുത്ത് നോക്കും നല്ല മൊരിഞ്ഞ പോലെ തോന്നും. ഇതിൻ്റെ ശബ്ദം തന്നെ ഇളക്കുമ്പോൾ ഒരു മാറ്റമാണ്. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്താണ് നമ്മൾ ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിനിപ്പം ഒക്കെ ആയി വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരിക്കും മധുരത്തിൻ്റെ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ, അതായത് മധുരം കുറഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര എടുത്ത് നിന്ന് കുറച്ച് പൊടി കൂടി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. ഇതിപ്പോൾ പഞ്ചസാരയും നന്നായിട്ട് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫാവാണ്. സ്റ്റവൊക്കെ ഓഫാക്കി ഇനി നന്നായിട്ടൊന്ന് ചൂട് തണിയണം. ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചൂട് തണിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെയൊരു ശബ്ദം കേൾക്കാം. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാം. എന്നിട്ട് ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും പൊടിയണ്ട. ഇപ്പോൾ ഈ കളറ് ഇങ്ങനെ ആയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെള്ളം മതിയെങ്കിൽ മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചെറിയ പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഈ ഒരു കളർ വരാൻ കാരണം ഞാൻ കുറച്ചൊരു മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾ ചേർത്തില്ലെങ്കിൽ സാധാരണ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.